നമുക്ക് വീണ്ടും എത്താം മഹാരാഷ്ട്രയിലേക്ക്. ജാർഖണ്ഡിലേക്ക് പോയി അവിടെയുള്ള നേതാക്കളെ എല്ലാവരെയും തന്നെ അഭിമുഖം ചെയ്ത ഏറെക്കുറെ അല്ലെ മുഖ്യമന്ത്രി മുതൽ അങ്ങോട്ട് എല്ലാവരുടെയും അടുത്ത് പോയ ഒരാളെയാണ് നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത്. അടുത്ത ചെസ് നമ്പർ ആദിൽ പാലോടാണ്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര പോലെയല്ല, ഭേദപ്പെട്ട പോളിംഗ് ആണ് അവിടെ ഇപ്പോൾ ദൃശ്യമാകുന്നത്. 11 മണിവരെ 31.37% പോളിംഗ്. 38 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി എന്നിവർ ഇന്ന് ജനവിധി തേടുകയാണ്. 14,218 ബൂത്തുകളിൽ 900 ബൂത്തുകൾ മാവോയിസ്റ്റ് മേഖലകളിലാണ്. വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാർഖണ്ഡിൽ സുരക്ഷയും കൂട്ടിയിട്ടുണ്ട്. ആദിൽ പാലോഡ്, ജാർഖണ്ഡിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മികച്ച രീതിയിൽ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മഹാരാഷ്ട്രയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള പോളിംഗ് നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നമ്മളവിടെ പോകുമ്പോൾ CRPF ഉദ്യോഗസ്ഥരെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. അവരെ വിളിച്ച് അന്വേഷിക്കുമ്പോഴും വലിയ പോളിംഗ്, നീണ്ട ക്യൂ അവിടെ കാണാനാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാവോയിസ്റ്റ് ഭീഷണി അടക്കമുണ്ടായിരുന്നെങ്കിലും അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയായിരുന്നു പൊടിപാറും പോരാട്ടം എന്ന് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ആ വിധത്തിലുള്ള ഒരു പോളിംഗ് അവിടെ ഉണ്ടായില്ലെങ്കിൽ, പക്ഷേ ജാർഖണ്ഡിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കൂടുതൽ നേതാക്കൾ രണ്ടു കൂട്ടരും, പ്രത്യേകിച്ച് JMM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ മറുവശത്ത് BJP ആകട്ടെ, പ്രധാനമന്ത്രിയൊക്കെ നിരവധി തവണ റോഡ് ഷോ നടത്തി ഒരു തീപാറും പോരാട്ടം എന്ന നിലയിൽ തന്നെ ജാർഖണ്ഡിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം രണ്ടു കൂട്ടരും നടത്തുന്നുണ്ട്. ഇത് ആര് വിജയിക്കുമെന്നത് നിർണായകമായ ചില മണ്ഡലങ്ങളാണ് ഇപ്പോൾ വിധിയെഴുതുന്നത്. രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടം നവംബർ 13-ന് 43 മണ്ഡലങ്ങളിലേക്ക് ജാർഖണ്ഡ് വിധിയെഴുതി കഴിഞ്ഞു. ഇനി 38 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മണ്ഡലം ബർഹൈറ്റ്, ഭാര്യ കൽപ്പന സോറന്റെ മണ്ഡലം ഗാണ്ഡെ, മുൻ മുഖ്യമന്ത്രി ഇനി ഒരുപക്ഷെ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ബാബുലാൽ മറാണ്ടിയുടെ മണ്ഡലം ധൻവാർ അടക്കമുള്ള സുപ്രധാന സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗോത്രമേഖലയിലാണ് കൂടുതൽ ഉള്ളത്. 8 ST മണ്ഡലങ്ങളാണ്. ഏതായാലും ഒരു അനിഷ്ട സംഭവങ്ങളുമില്ലാതെ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്, വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ശതമാനത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. പലതരം പ്രചരണം പരിപാടികളാണ് കോൺഗ്രസും JMM-ഉം മറുവശത്ത് BJP-യും ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. BJP-യുടെ പ്രചരണം വളരെ ശക്തമായിരുന്നു. ജാർഖണ്ഡിനുള്ളിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ അകത്ത് കയറിയിട്ടുണ്ട്, അവരെ പുറത്താക്കുന്ന നിയമം കൊണ്ടുവരുമെന്നതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം. കോൺഗ്രസും JMM-ഉം ആകട്ടെ അവിടെ കഴിഞ്ഞ 5 വർഷം എന്ത് പ്രവർത്തിച്ചു എന്നത് മുന്നിൽ വെച്ച് ചില പദ്ധതികളൊക്കെ, വനിതകൾക്ക് നൽകുന്ന സഹായ പദ്ധതികൾ അടക്കം മുന്നിൽ വെച്ചുള്ള പ്രചരണമായിരുന്നു. ഗോത്രമേഖലകളിലടക്കം പൊടിപാറിയുള്ള പ്രചരണ പരിപാടികൾ നടത്തി. അത് ഭേദപ്പെട്ട പോളിംഗിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണ 2019 65% പോളിംഗ് എങ്കിൽ ഇത്തവണയും ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ അനുസരിച്ച് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ 66% എത്തിയിരുന്നു. ഈ ഒരു 11 മണി വരെ 37 എത്തിയിട്ടുണ്ടെങ്കിൽ 31 എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആ രൂപത്തിൽ തന്നെ 38 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നത് അതൊരു ട്രെൻഡ് സെറ്ററാണ് ജാർഖണ്ഡിൽ.